നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻട്രോ. നമ്മളെല്ലാവരും കൂടെ ഒരു ട്രെക്കിങ്ങിനാണ് വന്നേക്കുന്നത്. ഇതാണ് സ്ഥലം. ഗൈസ്, നമ്മൾ കൊട്ടവഞ്ചി കയറാൻ പോവുകയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നതിൽ ഏതോ ഒരു മലയിലോട്ടാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൊട്ടവഞ്ചിയിലാണ് ഇവിടുന്ന് പോയത്. കയറാൻ എക്സൈറ്റഡ് ആണോ? വളരെ എക്സൈറ്റഡ് ആണ്. വഞ്ചിയിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമ്മൾക്ക് മിണ്ടാൻ പാടില്ല, നമുക്കിങ്ങനെ പയ്യെ സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്നിട്ടാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണേ. ടോട്ടൽ 7 കിലോമീറ്റർ ആണ് ട്രക്കിങ്. ഇവിടെ അധികം സംസാരിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ മൃഗങ്ങളൊക്കെ ഓടിക്കളയും. വെള്ളം കുടിക്കാൻ ആന ഇറങ്ങി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആനേനെ കാണാൻ. മ്ലാവിൻ്റെ കാല്, എൻ്റെ കാല്. അങ്ങനെ നടന്നത് 1 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. അങ്ങനെ അവിടെ 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉഷാറായി. കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ ട്രക്ക് ചെയ്യാൻ പോണേ. നമുക്ക് 7 കിലോമീറ്റർ നടക്കാനായിട്ട് നമ്മൾ 1 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ആണ് ഗൈസ് കാട്, കൊടുങ്കാട്. നമുക്ക് സൂര്യനുണ്ട്. അയ്യോ റബ്ബേ. ഇപ്പം നല്ല ചൂടായി വരണോണ്ട് നമുക്ക് കൂടുതലും ഇങ്ങനെ ഉണക്ക ഇലക്കിരുന്ന് കാണാൻ പറ്റിയത്. ആ പച്ചപ്പ് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. നമ്മൾ മല കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. ഇപ്പം നമ്മൾ പിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ഒടിഞ്ഞ്. നമ്മളിപ്പോൾ ഏതോ സ്ഥലത്തെത്തി ഗൈസ്. നമ്മൾ ഈ മല ഫുള്ള് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ഈ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഇനി അടുത്തത് കയറാം. പച്ച താഴെ. യെസ് ഗൈസ്, നമ്മൾ ചത്തിലാണ്. ഇനി നമ്മൾ പിന്നെയും കയറാൻ പോവാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്ന പാറയാണ്. ഞാൻ കാട്ടിത്തരാം. ചപ്പാത്തിയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിലോട്ട് ഇനി കുറേ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാറയെ കയറിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയിൽ എത്തിയിട്ട് വേണം നമുക്ക് വേറെ എവിടെ എത്താൻ. ഇവിടെയാണ് ഘടകദൂർ. ഒരു മരം ക്രോസ് ചെയ്യാം. നമ്മൾ മരം ക്രോസ് ചെയ്യണം. യെസ് ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി മരം ക്രോസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത മരമുണ്ട്, നമുക്കതും ക്രോസ് ചെയ്യാം. ഇച്ചിരി വലിയ മരമാണ്, നമ്മൾ വിചാരിച്ച അത്ര സിമ്പിളല്ല. ഓക്കെ ഗൈസ്, നമ്മളതും ക്രോസ് ചെയ്തു. ഓ, ഇനി മരത്തോട് മരമാണ് ഗൈസ്. നമ്മൾ ഇനിയും അടുത്ത മരം ക്രോസ് ചെയ്യുന്നു. അടുത്ത മരം ക്രോസ് ചെയ്യുന്നു. ഇതിവിടെ ആരുടെയോ കാഷ്ടുണ്ട്. ആരുടെയാണ്? മുള്ളമ്പന്നിയുടെ കാഷ്ടമാണത്. കടുവയുടെ ആയിരുന്നു, മുള്ളമ്പന്നിയുടെ അല്ല. കടുവേനെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ. ഇത് ഒന്നുകൂടെ വേറെ കടുവയുടെ കാഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ. മൃഗങ്ങളൊന്നും കാണുന്നില്ല. കണ്ട നമ്മൾ കടിച്ചു തിന്നാലോ. അയ്യോ, അവരെ ബാക്കിൽ വന്നിട്ടുണ്ട്, കുറേ പേര് ഫ്രണ്ടിൽ പോയി. ഞാനിങ്ങനെ ഒറ്റക്ക്. വിശാലമായ കാടുകൾ, സൂര്യനുണ്ട് മുകളിൽ, താഴെ ഭൂമി, മുകളിൽ സൂര്യൻ. ഒക്കെ നടക്കാം. എന്താണ് സാർ ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങാം. ഇന്ന് നമ്മൾ താഴെ എത്തുവാണെങ്കിൽ കാണാം ഗൈസ്. താഴെ എത്തിയില്ലെങ്കിൽ അങ്ങനെ വെള്ളം കണ്ടു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഓ, വെള്ളമല്ല കണ്ടത് നിങ്ങൾ. വെള്ളച്ചാട്ടം. എന്താ വെള്ളച്ചാട്ടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല അഭിപ്രായമാണ്. ബാ ഗൈസ്, ഞാൻ വെള്ളച്ചാട്ടം കാട്ടിത്തരാം. വെള്ളച്ചാട്ടം. ഈ ഒരു സ്ഥലത്ത് ഇരിക്കാൻ നല്ല രസമുണ്ടായി. കുറേ പാറകളും നല്ല മരവും നല്ല തണലും. ആ നട്ടുച്ച സമയത്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായി. വെള്ളത്തിലൊക്കെ കാലക്കിട്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശന്ന് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ കയ്യിലുണ്ടായ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മളിവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്ത്. നമ്മൾ ഭയങ്കര ഒരു പരീക്ഷണത്തിലാണ്. എവിടെ നിന്നൊക്കെയോ നിതീഷേട്ടൻ കുറേ കല്ലൊക്കെ പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, വീട്. കേശ നോക്കൂ ഗൈസ്.
രാഹുൽ വന്ന് അതൊക്കെ തട്ടിയിട്ട് ഗൈസ്. നമ്മുടെ അരമണിക്കൂറത്തെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൻ്റെ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാണ്. ബൈ. 1 2 3 നമുക്കിനി ഈ മല ഫുള്ള് കയറണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണമായി. നമുക്ക് നടക്കാൻ ഒന്നും പറ്റാനുള്ള തളർന്നു, അണക്കണു, മടുത്തു. നമ്മളിപ്പോൾ ഏതോ ഒരു കൊടുങ്കാട്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാട് ഫുള്ള് ബട്ടർഫ്ലൈ. നിങ്ങൾക്കെന്നെ മോളിൽ നോക്കിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഗൈസ്, നമ്മുടെ വ്യൂ ചിമ്മിനി ഡാം. നമുക്കിനി 2 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട് ഗൈസ്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. വിചാരിച്ച പോലെയല്ല. രാവിലത്തെ വെയിൽ നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് വന്ന് തുടങ്ങി. രാവിലത്തെ വെയിൽ നല്ലതായിരുന്നു, പക്ഷേ ഈ വൈകുന്നേരത്തെ വെയിൽ ഒരു സുഖമില്ല. ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഇവിടെ അവസാനിക്കാറായി. എന്താ അയ്യപ്പ ചേട്ടന് ഇഷ്ടപ്പെട്ടോ? പിന്നെ നടന്ന് തളർന്നോ? വേണമെങ്കിൽ ഒരു ട്രക്കും കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോഴാ? യെസ്, ഓഫ് കോഴ്സ്. ചിത്ര ചെയ്താൽ ഞാനും ചെയ്യും. ചിത്ര ചെയ്യും. ചിത്ര നീ അടുത്ത കൊല്ലം. ഓക്കെ, അടുത്ത തവണ. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. അത് പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മുടെ കഴിഞ്ഞാൽ മതിൽ ചാടി പോകണം ഇനി. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തന്നെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതാണ് ഗൈസ് നമ്മുടെ ഫുഡ്. പറയൂ, ഫുഡ് എങ്ങനെയുണ്ട്? സാമ്പാറുണ്ട്, ഇതുണ്ട്. ഓക്കെ, പപ്പടമുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കടുവയുടെ അടിയിൽ ഒരു മയക്കം. അങ്ങനെ 7 കിലോമീറ്റർ നടന്ന് ഇത് ആ ചോറും കൂടി തിന്നതിനപ്പോൾ എല്ലാവരും സൈഡായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് ഇച്ചിരി നേരം കഥയൊക്കെ പറഞ്ഞ് അവിടെ തന്നെ അങ്ങോട്ട് കൂടി. അങ്ങനെ പറഞ്ഞ് കാത്തിരുന്ന ആ ഒരു ട്രക്കിങ്ങും അവിടെ കഴിഞ്ഞു. അപ്പം അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ.